മുഖ്യമന്ത്രി ഇതൊക്കെ ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു. അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പറയാണ്, മുഖ്യമന്ത്രി സ്വന്തം മദറിൻലോനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ എന്തോ എടുത്തിട്ട് പോകുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അറിയായിരിക്കും ഒരു ജീവന്റെ വില എന്താണെന്ന്. പ്രിവിലേജ്ഡ് ആയിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല സിസ്റ്റം. ഓരോ സിസ്റ്റവും എടുക്കേണ്ടത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പബ്ലിക് സർവൻസ് എന്ന് പറഞ്ഞ ആ പേര് തന്നെ ഇവർ മാറ്റിമറിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിറയെ കുറേ അധികം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എന്തൊരു നാക്കിൻ്റെ നീളമാണ്, നീളം 10 വർഷം ഇതൊന്നും കണ്ടില്ലല്ലോ, 10 വർഷം എവിടെയായിരുന്നു മേഡം, 2 വോട്ട് കൊടുക്കുക, 10 വർഷം നാക്ക് സർവീസിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ആളുകൾ വന്ന ആ കമൻറ്റ് ബോക്സിൽ വളരെ വൃത്തികെട്ട രീതിയിൽ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ പെൺകുട്ടി പറയുന്നത് തൻ്റെ ഉറ്റവർ, അതായത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ട് കടലിലേക്ക് പോയിട്ടുള്ള അവരുടെ ഉറ്റവരെ മിസ്സായിരിക്കുകയാണ്. കടലിൽ മത്സ്യബന്ധനത്തിന് പോയിരുന്ന മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിലെ ഒരാളാണ് ഈ ഒരു മേഡം അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്. ആ പെൺകുട്ടി പറയുന്നത് സ്വന്തം അമ്മായിയപ്പനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കേണ്ടതാണോ ഒരു സിസ്റ്റം? നമ്മളെ സേവിക്കാൻ വേണ്ടി നമ്മുടെ വോട്ടും മേടിച്ച് അധികാരത്തിൽ വന്നിട്ട് നമ്മളെ നോക്കാതെ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി എവിടുത്തെ രീതിയാണെന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ കുറേയധികം സതീശനാദികളുടെ ന്യായീകരണ തൊഴിലാളികൾ ആ പെൺകുട്ടിയുടെ നാക്കിൻ്റെ നീളം അളക്കാൻ വേണ്ടിയിട്ട് സൈബർ ഇടങ്ങളിൽ വന്ന് മെഴുകുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ നാക്കിന് ഭയങ്കര നീളമാണ്, കഴിഞ്ഞ 10 വർഷം എന്താണിത്, ഈ രീതിയിൽ നാക്കിൻ്റെ നീളം കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ. എടാ മക്കളെ, കഴിഞ്ഞ 10 വർഷം ആ പെൺകുട്ടിക്ക് ഈ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടില്ല. ആ പെൺകുട്ടി എന്ന് മാത്രമല്ല, ആ പെൺകുട്ടി എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ഞങ്ങളായിരിക്കണം ഇതിൻ്റെ അവസാനത്തെ വിക്ടിം. അതായത് നമ്മളെ സേവിക്കേണ്ട ആളുകൾ നമ്മളെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് മാറുന്നതിൻ്റെ അവസാനത്തെ വിക്ടിം ഞങ്ങളായിരിക്കണം, ഇനി ഒരാൾക്ക് വരാൻ പാടില്ല. മത്സ്യബന്ധന തൊഴിലാളികൾ അല്ലെ മത്സ്യത്തൊഴിലാളികളെന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഈ നാട്ടിലെയും അതേപോലെ ഇന്ന് അധികാരത്തിൽ വന്നിട്ടുള്ളതുമായിട്ടുള്ള സർക്കാരിന് ഇത്രയും വിമുഖത? ഈ കാര്യങ്ങളെയൊക്കെ പറ്റി ആ പെൺകുട്ടി എടുത്തു ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കും രാഷ്ട്രീയ ഷണ്ടത്വം എത്രത്തോളമാണെന്നുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ നാക്കിൻ്റെ നീളം അളക്കാൻ പോകുന്നവർ ആ പെൺകുട്ടിയുടെ വിഷമത്തിൻ്റെ ആഴം കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. അത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇന്നത്തെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി അവർക്ക് വേണ്ടിയെന്നല്ല, നമ്മുടെ നാട്ടിലെ ഒരാൾക്ക് വേണ്ടി ഒരു കോപ്പും ചെയ്തു കൊടുക്കുന്നില്ല. എന്നിട്ട് വലിയ ന്യായീകരണം, വലിയ മെഴുകലുമാണ്. ഞങ്ങൾ ഇന്ന് അധികാരത്തിൽ വന്നിരിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കൈരളിയും ദേശാഭിമാനിയും പോലെയുള്ള ചാനലുകൾ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ആളുകളെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇനി നാളെ വന്നിട്ട് വേണമെങ്കിൽ പറയും ഈ പെൺകുട്ടിയെയും അവർ പറഞ്ഞ് പിന്തിരിപ്പിച്ച് വിട്ടതാണ് സർക്കാരിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് വരാം. എന്തു വന്നാലും അതിശയം, അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് പറയാനില്ല. വിസ്മയം എന്നാണല്ലോ പറയേണ്ടത്, വിസ്മയം, പൂക്കി വിസ്മയം. നമുക്ക് എന്തായാലും ബാക്കി ഒന്ന് കേട്ട് നോക്കാം. അവരുടെ പുറകെ നിവേദനങ്ങളായിട്ട് പുറകെ നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ. അതിനി ഒരു ഇതും വരരുത്. ഇനി ഞങ്ങളായിരിക്കണം മേ ബി ദ ലാസ്റ്റ് വിക്ടിം. ഇനി ഈ മത്സ്യത്തൊഴിലാളികളെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം? നിങ്ങൾക്ക് എന്താണ് ഇത്ര വൈരാഗ്യം? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ പ്രളയത്തിനും അതിനും ഇതിനൊക്കെ നിങ്ങൾ എല്ലാവരും ഇവിടെ വരുന്നുണ്ടല്ലോ. ഒരാളുടെ ന്യൂസിന് മാത്രം എന്താ ഇത്ര വിലയില്ലാത്തത്? ഇവിടുത്തെ ഇൻഎഫിഷ്യൻസിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിനെ ചോദിക്കാൻ പറ്റുന്ന FIR മാത്രം എഴുതാൻ വേണ്ടിട്ട് എന്തിനൊരു കോസ്റ്റ് ഗാർഡ്? FIR മാത്രം മത്സ്യബെട്ടില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ OP എഴുതുന്ന ഒരാളെ കൊണ്ട് അവിടെ ഇരുത്തിയാൽ മതി. അവരിതിനേക്കാൾ നന്നായിട്ട് FIR എഴുതും. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ പൈസയോ ഞങ്ങളുടെ ടാക്സോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ടാക്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സാലറി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ സിറ്റിസന്റെ വില ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ഓരോരുത്തരുടെയും വില നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ 10ഓ 15ഓ പേര് കൂടുമ്പോൾ നാച്ചുറൽ കലാമിറ്റി ആയിട്ട് എഴുതി തള്ളാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇത്. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. മത്സ്യത്തൊഴിലാളികൾ എന്ന് കേൾക്കുമ്പോഴത്തേക്കും കുറെ കമന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇത് ഫോളോ ചെയ്യാം. ഓക്കെ, കമന്റ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ അറിയിപ്പ് കറക്റ്റ് സമയത്തിന് കൊടുത്തോ? 1:30 കടലിൽ ഇറങ്ങിയവരാണ് ഇവര്. നിങ്ങൾ അറിയിപ്പ് കറക്റ്റ് സമയത്തിന് കൊടുത്തോ? ഇല്ല. ഇൻഎഫിഷ്യൻസിയുടെ ഫസ്റ്റ് തുടക്കം. അതിനുശേഷം അപകടം വന്നു, ഉടനെ നിങ്ങൾ തെരച്ചിലിന് ഇറങ്ങിയോ? നിങ്ങൾ പേടിച്ചകത്തിരുന്നു. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഹെൽപ്പിന് വരാൻ വേണ്ടിയിട്ട് വരും എന്ന് പറഞ്ഞ അവരെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചില്ല. എന്തുകൊണ്ട് ഉൾക്കൊള്ളിച്ചില്ല? നിങ്ങളെ കൊണ്ട് പറ്റാത്തത് അവരെ കൊണ്ട് പറ്റുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല? അപ്പം ഇത്രയും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നിങ്ങൾ കടലിന്റെ പണികൾ കടലിന്റെ മക്കളെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്രയ്ക്കും നിങ്ങളെ കൊണ്ട് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിർത്തി പോണം. നിങ്ങൾ റിസൈൻ ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റിയില്ല. കണ്ടില്ലേ, ആ പെൺകുട്ടി തൻ്റെ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ അവിടെ ഒരു കാര്യം പറയുമ്പോൾ അതിലും വന്ന് കമൻറ്റ് ബോക്സിൽ മെഴുകുന്ന ന്യായീകരണ തൊഴിലാളികൾ അല്ലെങ്കിൽ ന്യായീകരണ അടിമകൾ
അവർക്കെല്ലാം ഒരു മറുപടിയായിട്ട് തന്നെ ആ പെൺകുട്ടി പറയുകയാണ്, ഈ വീഡിയോയുടെ താഴെയും കമൻറ്റ് ബോക്സിൽ മെഴുകാൻ വരുന്ന പലരെയും പറ്റി എനിക്കറിയാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ മെഴുകിയാലും ഞങ്ങളുടെ എല്ലാവരുടെയും നികുതി പണമാണ് നിങ്ങളുടെ സാലറി എങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കൂറി കേരളത്തിലെ ഓരോ ജനങ്ങളോടും കാണിക്കണം. നിങ്ങൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അനുഭവിക്കേണ്ട അവസ്ഥയാണ് ഇതെന്നാണോ നിങ്ങൾ പറയുന്നതെന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. ഇത് ചോദിക്കുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കോ നീതിപീഠത്തിനോ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കോ ഉത്തരമില്ല. കഴിഞ്ഞ ദിവസം ഒരു മത്സ്യബന്ധന തൊഴിലാളിയെ കാണാതായതിനെപ്പറ്റി നമ്മുടെ ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ അടുത്ത് ചോദ്യങ്ങളുമായിട്ട് മാധ്യമങ്ങൾ പോകുന്നു. എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ എന്തോ ഉടായ്പൊക്കെ പറഞ്ഞിട്ട് ആരോഗ്യമന്ത്രി രക്ഷപ്പെടുന്നു. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പരിശോധിക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾക്കറിയാം, കടലിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. നമ്മൾ ചോദിച്ചിട്ടുള്ള മെമ്പേഴ്സോ MLA യോ അവര് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അവർ ഇന്നലെ വന്ന് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത് 5 or 6 പേരുടെ ഉണ്ടെങ്കിലേ നമുക്ക് നേവിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താ, ഒരു ജീവന് വിലയില്ലേ? 5 or 6 പേരുണ്ടെങ്കിൽ മാത്രം തന്നെ എങ്ങനെ നമുക്ക് അത് നിങ്ങൾ എങ്ങനെ നിങ്ങൾക്കത് പറയാൻ തോന്നുന്നു? മുഖ്യമന്ത്രി ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു, അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറയാണ്, മുഖ്യമന്ത്രി സ്വന്തം മദറിൻലോനെ കാണാൻ കണ്ടില്ലേ? അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകവും ഏറ്റവും വലിയ ഉദാഹരണവുമാണ് വി.ഡി. സതീശൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മത്സ്യബന്ധന തൊഴിലാളികളെ തിരിഞ്ഞു പോലും നോക്കാതെ വെറും പൂക്കിച്ചിരിയും ചിരിച്ചുകൊണ്ട് വെറും പൂക്കിത്തരവും കാണിച്ചുകൊണ്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ പൂക്കി മക്കൾ. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു MLA, അവൻ്റെ ഒരു മെഴുകലുണ്ടായിരുന്നു. 2018 പ്രളയം മനുഷ്യനിർമ്മിതം, അത് സർക്കാർ സ്പോൺസേഡ് ദുരന്തം. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അബിൻ വർക്കി പറഞ്ഞതാണ്, അപ്രതീക്ഷിത മഴയും ഉരുൾപൊട്ടലുമാണ് ഉണ്ടായത്, അതിൻ്റെ ഫലമായാണ് വെള്ളപ്പൊക്കം എന്നാണ് ഇന്ന് ഭരണപക്ഷത്ത് വരുമ്പോൾ അബിൻ വർക്കി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളെ നോക്കിയതെന്നും എങ്ങനെയായിരുന്നു ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി പണിയെടുത്തതെന്നും ഒരു പബ്ലിക് സെർവൻ്റ് ആണെന്നുള്ളൊരു കാര്യം അയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ട്. അയാളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ, ആ ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടിയിട്ടും ആ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും എല്ലാം ചെയ്തിരുന്ന വിളിപ്പുറത്തെത്തിയിരുന്ന ഒരു മനുഷ്യൻ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ എടുത്തു പറയുന്നൊരു കാര്യം നമുക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അധികാരത്തിൽ വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുൻപന്തിയിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള DYFI മുന്നിലുണ്ടാവും. ഈ പറഞ്ഞ വാക്കുകൾ അന്നു മുതൽ ഇന്ന് വരെയും കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണെങ്കിലും കഴിഞ്ഞ 10 വർഷങ്ങളിൽ പറഞ്ഞതുമെല്ലാം ഇന്നും അവർ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് DYFI ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, CI2 ആയിക്കോട്ടെ, ഏതൊരു പാർട്ടിയിലെ ഏതൊരു മെമ്പേഴ്സും ആയിക്കോട്ടെ, എല്ലാവരും എന്താണോ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് അത് അതേപടി പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൂക്കികൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ അരുൺകുമാർ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സമയത്ത് അതും നമ്മൾ കാണേണ്ടതായിട്ടുണ്ടേ, ഒന്ന് കണ്ടു നോക്കിയോ. അങ്ങ് നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അതിനുശേഷം അങ്ങ് 2 പരിപാടി പങ്കെടുത്തു. അതിലൊന്ന് ലോസ് ഏഞ്ചൽസിൽ നടന്നൊരു പരിപാടിയാ. അതിനുശേഷം അങ്ങ് ഒരു പരിപാടിയിൽ പങ്കെടുത്തു, കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ. ആ പരിപാടിയെ കുറിച്ചാണ് മാധു നേരത്തെ സൂചിപ്പിച്ചത്. ഏതാ കടയുടെ പേരെന്നറിയാമോ? ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. ആ സമയത്ത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട്ടുമായിട്ട് 3 കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണ് മരിച്ചിരുന്നു. അന്ന് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ പോയ ഹൈലൈറ്റ് മാളിൽ നിന്ന് 34 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താമായിരുന്ന കൊണ്ടോട്ടിയിൽ 4 വയസ്സുള്ള ആദം ഐമൻ എന്ന് പറയുന്ന ഒരു കുട്ടി വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരുന്നു. 25 മിനിറ്റ് യാത്ര ചെയ്യാൻ എത്താൻ പറ്റുന്ന കോഴിക്കോട് കാപ്പാട് 2 വയസ്സുള്ള മാസിൻ എന്ന് പറയുന്ന മറ്റൊരു കുട്ടി ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരുന്നു. മലപ്പുറത്ത് തിരുവാലിയിൽ 2.5 വയസ്സുള്ള അബ്ദുൽ മുഹീൽ എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചിരുന്നു. മലപ്പുറത്തും കോഴിക്കോട് 3 കുഞ്ഞുങ്ങൾ ഇന്നലെ ഈ വെള്ളപ്പൊക്കത്തിൽ ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചതിന്റെ വാർത്തകൾ പുറത്തു വരുന്ന സമയമാണ് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി പോയത്. ആ സമയത്താണ് പാലായിലും ആറന്മുളയിലും അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് 15ഓളം, അന്ന് 8 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 5600ഓളം പേരെ 273 ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിക്കാൻ ആറന്മുളയിൽ അബിൻ വർക്കിയും റാന്നിയിൽ നമ്മുടെ പഴകുളം മധുവും അടക്കമുള്ള MLA-മാര് നെട്ടോട്ടം ഓടുന്നത്. അവിടെയാണ് റവന്യൂ അധികാരികൾ എങ്ങനെയെങ്കിലും ഈ രക്ഷാപ്രവർത്തനം ഒന്ന് കൃത്യമായി ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലായിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പാലായിൽ രക്ഷാപ്രവർത്തനം, അങ്ങ് പൊന്നാനിയിലോ വിരുന്ന് സൽക്കാരം. ഇതാണ് യഥാർത്ഥത്തിൽ അനൗചിത്യത്തിന്റെ ചിത്രം. ഇവിടെയാണ് കൺസേൺ ഉള്ളത്. അവിടെ ഈ തൊട്ടടുത്ത സ്ഥലത്ത് ഇന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ചോദ്യം ഇതാ, അങ്ങ് ഹൈലൈറ്റ് മാളിൽ പോകുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഈ വീടുകളിൽ പോകാമായിരുന്നു. ഇന്നലെ കണ്ണൂരും കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ മഴയുണ്ടായിരുന്നു എന്നേ സാർ.
അങ്ങ് വാടകയ്ക്കെടുത്ത് അങ്ങ് യാത്ര ചെയ്ത ആ ഹെലികോപ്റ്ററിൽ 2-ാം തീയതി അങ്ങ് ജൂബിലി ഉദ്ഘാടനത്തിന് പോകുന്നതിന് മുൻപ് അങ്ങ് അതേ ഹെലികോപ്റ്ററിൽ ഈ പറയുന്ന പ്രളയം ബാധിച്ച സ്ഥലങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യണമായിരുന്നു. അവിടെ പ്രളയം ബാധിച്ച മനുഷ്യരെ നിങ്ങൾക്ക് കാണാനോ ക്യാമ്പുകളിലേക്കോ പോകാനോ നിങ്ങൾക്ക് നേരിട്ട് സമയം കിട്ടിയില്ല. ഇതിനൊക്കെ എവിടെയാണ് അല്ലെങ്കിൽ അരുൺകുമാർ സാറേ ഇവർക്ക് സമയം? ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഷോ കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കാളികളാവാനാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയും കോഫി ഷോപ്പിന്റെയും ജ്വല്ലറിയുടെയും ഒക്കെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പോയിരിക്കും. പിന്നെ പൊന്നാനിയിലും മലപ്പുറത്തും മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ഫുഡ് കഴിക്കാനും പോയെന്ന് വരാം. ഇതൊക്കെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ വെള്ളപ്പൊക്കമാണ് അല്ലെങ്കിൽ പ്രളയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കഴിക്കാതെ ഇരിക്കണമെന്നാണോ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്? അയാൾക്ക് വല്ലതൊക്കെ കഴിക്കണ്ടേ? അയാൾക്ക് വല്ലതൊക്കെ കഴിക്കേണ്ടത് കൊണ്ട് തന്നെയും അയാൾ പോയിരിക്കും. അയാൾ പോയി കഴിക്കരുത്, പട്ടിണി കിടക്കണം, നിരാഹാരം കിടക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലല്ല, അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഇവിടുത്തെ ന്യായമാണ്. അത് വൃത്തിയായിട്ടൊരു പരിപാടിയല്ലേ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നേ. അത് ചിന്തിക്കുന്നത് നമ്മുടെ വലിയ തെറ്റാണ്. കഴിഞ്ഞ പിണറായി വിജയൻ ഇവിടെ ഉള്ളപ്പോൾ അയാൾ നിരാഹാരമൊന്നും കിടന്നിട്ടില്ല, അയാൾ പട്ടിണിയൊന്നും കിടന്നിട്ടില്ല, അയാൾ ദുരന്തമുണ്ടാകുന്ന സമയത്ത് ആരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നേ. ഇന്നത്തെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയാണ് വെള്ളപ്പൊക്കത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്തിയതും വെള്ളപ്പൊക്കം കാരണം ദുരന്തം നാശം വിതച്ച പലയിടങ്ങളിലും വലിയ രീതിയിൽ സഹായഹസ്തവുമായിട്ട് മുന്നിലേക്ക് നിന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇത് പറയുമ്പോൾ ഇത് വിശ്വസിക്കുന്ന കുറച്ച് അടിമകളുണ്ട് കേട്ടോ. ആ അടിമകൾ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചുകൊണ്ടായിരിക്കും. നമ്മൾ ആ കൂട്ടത്തിൽ വരില്ല എന്നുള്ളത് ഇവന്മാർക്ക് അറിയില്ലല്ലോ. അപ്പോൾ പിണറായി വിജയൻ വലിയ തെറ്റാണ്, ഞാനാണ് വലിയ മറ്റതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വി.ഡി. സതീശന്റെ വേറൊരു മുഖം അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ആ പെൺകുട്ടിയിൽ കൂടി, മത്സ്യത്തൊഴിലാളി എന്ന് ഞാൻ വിളിക്കുന്നില്ല, ആ പെൺകുട്ടിയിൽ കൂടിയും നമ്മൾ തെളിഞ്ഞു കാണുന്നത് ഇവിടുത്തെ ഈ ഒരു സർക്കാരിന്റെ കഴിവുകേട് തന്നെയാണ്. എന്തൊരു കഷ്ടമാണല്ലേ, എന്തൊരു ഇരട്ടത്താപ്പാണല്ലേ ഇവന്മാരുടേത്.